പുനലൂർ, ചരിത്രമുറങ്ങുന്ന കിഴക്കൻ മലയോരം. നൂറ്റാണ്ടിന്റെ ചരിത്രം പേറുന്ന പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കേരളത്തിലെ അവസാന മീറ്റർ ഗേജ് ട്രെയിൻ അതിന്റെ പ്രയാണം ആരംഭിച്ചു കഴിഞ്ഞു. 106 വർഷത്തെ ചരിത്രത്തെ പിന്നിൽ അവശേഷിപ്പിച്ചുകൊണ്ട് പുനലൂരിൽ നിന്ന് ചെങ്കോട്ടയിലേക്ക് പോകുന്ന ഈ ധൂമശകടാസുരനെ അതിന്റെ ചരിത്ര പ്രയാണത്തിൽ നമുക്ക് പിന്തുടരാം. പുനലൂർ മുതൽ തമിഴ്നാട്ടിലെ ഭഗവതിപുരം വരെ നീളുന്ന ഗഡ് സെക്ഷനിലുടനീളം പശ്ചിമഘട്ട മലനിരകളെ കീറിമുറിച്ചുകൊണ്ടാണ് ഈ പാത മുന്നോട്ട് നീങ്ങുന്നത്. അഗാധതകൾക്ക് മേലെ നീളുന്ന പാലങ്ങളിലൂടെയും കരിമ്പാറക്കെട്ടുകളെ തുരന്ന് അപ്രത്യക്ഷമാകുന്ന തുരങ്കങ്ങളിലൂടെയും ഈ പാതയിലൂടെ യാത്ര ചെയ്യുന്നത് അവിസ്മരണീയമാണ്. ചെറുതും വലുതുമായ 108ഓളം പാലങ്ങളും 5 തുരങ്കങ്ങളുമാണ് ഇവിടെ സഞ്ചാരിയെ കാത്തിരിക്കുന്നത്. പുനലൂർ പട്ടണത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെ കടന്ന് ട്രെയിൻ കല്ലടയാറ്റിന് കുറുകെ സംരക്ഷിത ചരിത്ര സ്മാരകമായ തൂക്കുപാലത്തിന് സമാന്തരമായി നീളുന്ന പാലത്തിലെത്തുന്നു. ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന്റെ മകുടോദാഹരണമാണ് കല്ലടയാറ്റിന് കുറുകെ 1901 നിർമ്മിച്ച ഈ പാലം. പുഴയ്ക്ക് കുറുകെ 1 മീറ്ററിലൂടെ ട്രെയിൻ കടന്നു പോകുന്നത് കൗതുകം നിറഞ്ഞൊരു കാഴ്ചയാണ്. കേരളത്തിലെ അവസാന മീറ്റർ ഗേജ് ട്രെയിൻ സഹ്യന്റെ മടിയിലൂടെ പാറക്കെട്ടുകളെ കീറിമുറിച്ച് കാട്ടുചെടികളെ ചുംബിച്ച് വളഞ്ഞും പുളഞ്ഞും അതിന്റെ യാത്ര തുടരുമ്പോൾ നമുക്ക് ഈ പാതയിലൂടെ 1 നൂറ്റാണ്ട് പിന്നിലേക്ക് പോകാം. തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിന്റെ വാണിജ്യ തലസ്ഥാനമായിരുന്ന കൊല്ലത്ത് നിന്ന് സുലഭമായി കിട്ടിയിരുന്ന സുഗന്ധ വ്യഞ്ജനങ്ങൾ കുറഞ്ഞ ചെലവിൽ മദ്രാസിലേക്ക് കടത്തുക എന്നതായിരുന്നു 1883 ഇത്തരമൊരു പാതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സായിപ്പിന്റെ ലക്ഷ്യം. തുടർന്ന് 1888 സർവേ നടപടികൾ ആരംഭിക്കുകയും 1900 ആണ്ടോടുകൂടി നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. കേവലം 4 വർഷം കൊണ്ട് ഈ പാത നിർമ്മാണം പൂർത്തിയാക്കി. ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള പെനിൻസുലാർ റെയിൽവേ കമ്പനിയാണ് നിർമ്മാണം ഏറ്റെടുത്തത്. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ഉത്രാടം തിരുനാൾ ബാലരാമവർമ്മ ഈ പാതയുടെ കാര്യത്തിൽ അതീവ തൽപരനായിരുന്നു. തിരുവിതാംകൂർ രാജാവിന്റെയും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെയും സൗത്ത് ഇന്ത്യൻ റെയിൽവേ കമ്പനിയുടെയും സാമ്പത്തിക സഹകരണത്തോടെ ഈ ലൈൻ പണി പൂർത്തീകരിച്ചപ്പോൾ 1,12,65,637 രൂപ ചെലവായതായി രേഖകൾ കാണിക്കുന്നു. കൊല്ലം മുതൽ പുനലൂർ വരെ നിർമ്മാണം താരതമ്യേന എളുപ്പമായിരുന്നു. എന്നാൽ പുനലൂർ മുതൽ ചെങ്കോട്ട വരെ പാത നിർമ്മിക്കേണ്ടത് കയറ്റങ്ങളും കൊടും വളവുകളും കരിമ്പാറകളും തീർത്ത പ്രതിബന്ധങ്ങളെ തരണം ചെയ്തുകൊണ്ടായിരുന്നു. ഈ പാതയിലെ ചെറുതും വലുതുമായ 5 തുരങ്കങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് വെട്ടിമാറ്റുവാൻ ഒരു സൂചിപ്പഴുതുപോലും നൽകാത്ത കരിമ്പാറകളെ തുരന്നിട്ടാണ്. 1904 ഡൈനാമിറ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇത്തരത്തിൽ തുരങ്കങ്ങൾ നിർമ്മിച്ചു എങ്കിൽ അതിന് പുറകിലുള്ള മനുഷ്യപ്രയത്നം ഊഹിക്കാവുന്നതേയുള്ളൂ. എല്ലാ തടസ്സങ്ങളെയും പിന്നിട്ട് 1904 ജൂൺ 1 ഈ പാതയിലൂടെ ട്രെയിൻ സർവീസ് ആരംഭിച്ചു. 1902 തന്നെ കൊല്ലം മുതൽ പുനലൂർ വരെ ഒരു ഗുഡ്സ് ട്രെയിൻ പരീക്ഷണ ഓട്ടം നടത്തിയിരുന്നു. ഈ ചരിത്രപാതയുടെ ഉദ്ഘാടനം സംബന്ധിച്ച് കൗതുകകരമായ ഒരു ചരിത്രം കൂടിയുണ്ട്. തിരുവിതാംകൂർ മഹാരാജാവ് 1904 ജൂൺ 1 ഈ പാതയുടെ ഉദ്ഘാടനം പ്രഖ്യാപിച്ചുകൊണ്ട് വിളംബരമിറക്കി. എന്നാൽ ജൂൺ മാസത്തിലെ തോരാത്ത മഴയിൽ മണ്ണിടിഞ്ഞ് ആര്യങ്കാവിലെ വലിയ തുരങ്കം മണ്ണുമൂടി. ഉദ്ഘാടന ദിവസം കൊല്ലത്തു നിന്നും ചെങ്കോട്ടയിലേക്ക് ഓടിക്കുവാനിരുന്ന തീവണ്ടികൾ ചെങ്കോട്ടയിൽ കുടുങ്ങി. എങ്കിലും രാജകൽപ്പന പ്രകാരമുള്ള ഉദ്ഘാടനം മാറ്റുവാൻ കഴിയില്ലല്ലോ. അങ്ങനെ ചെങ്കോട്ടയിൽ നിന്നും ട്രെയിനിന്റെ ഭാഗങ്ങൾ തൂത്തുക്കുടി തുറമുഖത്തെത്തിച്ച് കപ്പലിൽ കൊല്ലം കൊച്ചുവിലാമൂട് തുറമുഖത്തെത്തിക്കുകയും അവിടെ നിന്ന് കാളവണ്ടികളിൽ കയറ്റി ആശ്രാമം മൈതാനത്ത് കൊണ്ടുവന്ന് കൂട്ടിയോജിപ്പിച്ച്
അവിടെ നിന്ന് പ്രത്യേക പാതയിലൂടെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തിച്ചു. അങ്ങനെ നിശ്ചയിച്ച സമയത്ത് തന്നെ രാവിലെ 8:20 സ്റ്റേഷൻ മാസ്റ്ററായിരുന്ന പി രാമയ്യ ധൂമശകടാസുരൻ എന്ന് ജനങ്ങൾ ഭയത്തോടെ വിളിച്ചിരുന്ന ആദ്യ ട്രെയിനിനെ പച്ചക്കൊടി കാട്ടി. 21 ആചാര വെടികൾ മുഴങ്ങി. തിരുവിതാംകൂറിലെ ആദ്യത്തെ തീവണ്ടി അതിന്റെ കുതിപ്പ് തുടങ്ങി. പാതയിലെ തടസ്സങ്ങളെല്ലാം നീക്കി 1904 നവംബർ 26 പുനലൂരിൽ നിന്ന് ചെങ്കോട്ടയ്ക്കുള്ള സർവീസും ആരംഭിച്ചു. അങ്ങനെ അതിസമ്പന്നമായ ചരിത്രം പേറുന്ന ഈ റെയിൽപാത 106 വർഷവും 3 മാസവും 20 ദിവസവും നീണ്ട സുദീർഘമായ സേവനത്തിനൊടുവിൽ ചരിത്രത്തിലേക്ക് പിൻവാങ്ങുകയാണ്. വണ്ടി ഇടമൺ സ്റ്റേഷനിലെത്തിയിരിക്കുന്നു. ഇടമൺ സ്റ്റേഷൻ പിന്നിടുന്നതോടുകൂടി വണ്ടി യഥാർത്ഥ കാനഡ ഭംഗിയിലേക്ക് എത്തുന്നു. ഇവിടെ സഞ്ചാരി കാടിനെ, പ്രകൃതിയെ അറിയുന്നു. മണിക്കൂറിൽ 20 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ട്രെയിൻ കാഴ്ചയുടെ നിറവസന്തമൊരുക്കുന്നു. അകലെ പാണ്ഡവൻ പാറ കാണാം. ഇടയ്ക്കിടെ അപ്രത്യക്ഷമായും പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടും ഈ പാറ നമുക്കൊരു കാഴ്ചഭ്രമം തന്നെ സൃഷ്ടിക്കുന്നു. താഴെ വിശാലമായ സമതലം, മുകളിൽ സഹ്യപർവ്വത നിരകൾ, എല്ലാം പിന്നിട്ട് വണ്ടി മുന്നോട്ട് കുതിക്കുകയാണ്. ട്രെയിൻ ആദ്യത്തെ തുരങ്കത്തിലേക്ക് കടക്കുകയാണ്. ഈ തുരങ്കത്തിന് 145 മീറ്റർ നീളമുണ്ട്. കറുത്ത പുകതുപ്പി തുരങ്കത്തിലെ ഇരുട്ടിൽ നിന്നും പുറത്തേക്ക് വരുന്ന ട്രെയിൻ സഞ്ചാരിയുടെ കണ്ണും മനസ്സും കുളിർപ്പിക്കുന്ന കാഴ്ചയാണ്. വണ്ടി ഒറ്റയ്ക്കൽ സ്റ്റേഷനിലെത്തിയിരിക്കുന്നു. ആദ്യ യാത്രക്കാരന്റെ സ്റ്റേഷനാണോ എന്ന് സന്ദേഹം തോന്നിപ്പിക്കുന്ന ഓടിട്ട ചെറിയ കെട്ടിടം. കല്ലട ജലസേചന പദ്ധതിയുടെ ഭാഗമായ ഒറ്റയ്ക്കൽ ലുക്കൌട്ട് ഇവിടെയാണുള്ളത്. ഇതിന്റെ ആകാശവീക്ഷണം മനം കവരുന്ന ഒരു കാഴ്ചയാണ്. ഒറ്റയ്ക്കൽ സ്റ്റേഷനിൽ നിന്നും വണ്ടി പുറപ്പെട്ടു കഴിഞ്ഞു. കൊല്ലം തിരുമംഗലം ദേശീയപാത 208 ഈ പാതയ്ക്ക് സമാന്തരമായി കടന്നുപോകുന്നു. ഈ ചരിത്രപാതയിലെ യാത്രക്കാർക്ക് ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്നവരുടെയും തെന്മല, കഴുതുരുട്ടി എന്നിവിടങ്ങളിൽ നിന്നും ഈറ്റയും വിറകും വെട്ടി തമിഴ്നാട്ടിലെത്തിച്ച് ഉപജീവനം കഴിക്കുന്നവരുടെയും മുമ്പിൽ ഈ ട്രെയിൻ കടന്നുപോകുന്നതോടുകൂടി ജീവിതം ഒരു ചോദ്യചിഹ്നമായി മാറും. കൂടുതൽ വലിയ ട്രെയിനും കൂടുതൽ പത്രാസുള്ള യാത്രക്കാരും വരുമ്പോൾ ഈ ഗ്രാമീണ കച്ചവടക്കാർ ഈ പാതയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷരായിരിക്കും. വണ്ടി അടുത്ത തുരങ്കത്തിലേക്ക് പ്രവേശിക്കുന്നു. 60 മീറ്റർ നീളമുള്ള ഈ തുരങ്കമാണ് കൂട്ടത്തിൽ ഏറ്റവും ചെറുത്. തുരങ്കം പിന്നിട്ട് കരിമ്പാറക്കൂട്ടങ്ങളെ വകഞ്ഞു മാറ്റി ട്രെയിൻ തെന്മലയോടടുക്കുന്നു. ഈ പാതയിൽ ഒരു പ്രധാന സ്റ്റേഷനാണ് തെന്മല. സമുദ്രനിരപ്പിൽ നിന്നും 167.64 മീറ്റർ ഉയരത്തിലാണ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. പഴയ ബ്രിട്ടീഷ് കാലത്തിന്റെ ശേഷിപ്പുകൾ പലതും നമുക്ക് ഈ സ്റ്റേഷനിൽ കാണാം. അതിലൊന്നാണ് 2000 കിലോഗ്രാം വരെ ഭാരമളക്കുവാൻ ഇപ്പോഴും ഉപയോഗിക്കുന്ന നൂറ്റാണ്ട് പിന്നിട്ട ഈ ത്രാസ്. എച്ച് പൂളി ആൻഡ് സൺസ് ലിവർപൂൾ എന്ന കമ്പനി നിർമ്മിച്ചതാണ് ഈ ത്രാസ്. ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതിയായ തെന്മല എക്കോ ടൂറിസം പദ്ധതി ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. വണ്ടി തെന്മല സ്റ്റേഷനിൽ നിന്നും യാത്രയാക്കുന്നു. ഇനി ഈ ചൂളം വിളി ഇവിടെ മുഴങ്ങിക്കെട്ടില്ല. മീറ്റർ ഗേജ് പാതയുടെ വീതി 1 മീറ്ററാണ്. ബ്രോഡ് ഗേജിനിത് 1.67 മീറ്ററും നാരോ ഗേജിനിത് 0.76 മീറ്ററുമാണ്. മണിക്കൂറിൽ 95 കിലോമീറ്ററാണ് മീറ്റർ ഗേജ് ട്രെയിനുകളുടെ പരമാവധി വേഗം. എഞ്ചിന് മുമ്പിലെ YDM4 എന്നത് മീറ്റർ ഗേജ് ഡീസൽ മിക്സഡ് ട്രെയിനിനെ സൂചിപ്പിക്കുന്നു. മീറ്റർ ഗേജിനെ Y എന്ന അക്ഷരം കൊണ്ടും ബ്രോഡ് ഗേജിനെ W എന്നും നാരോ ഗേജിനെ Z എന്നും സൂചിപ്പിക്കുന്നു.
എ എന്നത് ഇലക്ട്രിക്കലിനെയും ഡി ഡീസലിനെയും സൂചിപ്പിക്കുന്നു. പി പാസഞ്ചറിനെയും ജി ഗുഡ്സിനെയും എം മിക്സഡ് ട്രെയിനുകളെയും സൂചിപ്പിക്കുന്നു. 4, 2 എന്നിവ മോഡലിനെ സൂചിപ്പിക്കുന്നു. 15 മീറ്റർ നീളവും 2.7 മീറ്റർ വീതിയും 3.4 മീറ്റർ ഉയരവുമാണ് ഈ എഞ്ചിനുള്ളത്. വണ്ടി കഴുതുരുട്ടിയോടടുക്കുന്നു. ഈ പാതയിലെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളിലേക്കാണ് നാം എത്തിക്കൊണ്ടിരിക്കുന്നത്. ട്രെയിൻ അടുത്ത തുരങ്കത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ തുരങ്കത്തിന്റെ നീളം 86.87 മീറ്ററാണ്. ഒരു വളവിനപ്പുറം നാം അടുത്ത തുരങ്കത്തിൽ പ്രവേശിക്കുന്നു. 102.7 മീറ്റർ നീളമുള്ള തുരങ്കം പിന്നിട്ട് നാം കണ്ണറപ്പാലങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. തുരങ്കത്തിനുള്ളിലെ ഇരുട്ടിന്റെ ശീതളിമയിൽ നിന്നും കണ്ണറപ്പാലങ്ങളുടെ വിശാലതയിലേക്ക് ട്രെയിൻ മിഴി തുറക്കുന്നു. താഴെ കഴുതുരുട്ടിയാർ, അതിനു മുകളിൽ ദേശീയപാത 208, അതിനും മുകളിൽ കണ്ണറപ്പാലം, അതിലൂടെ നീട്ടി ചൂളം വിളിച്ചു പോകുന്ന മീറ്റർ ഗേജ് ട്രെയിൻ. ഏതോ അനുഗ്രഹീത കലാകാരൻ ക്യാൻവാസിൽ തീർത്ത ചിത്രം പോലെ മനോഹരമാണ് ഈ പ്രകൃതി ദൃശ്യം. രണ്ട് കൂറ്റൻ പാറകളെ തമ്മിൽ ബന്ധിപ്പിച്ച് 13 കമാനങ്ങൾ ഉയർന്നു നിൽക്കുന്ന ഈ പാലത്തിലൂടെ ട്രെയിൻ കടന്നു പോകുന്ന ഈ മനോഹര ദൃശ്യം റെയിൽവേ മന്ത്രിയുടെ ഓഫീസിൽ പോലും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. സിമന്റും കമ്പിയും തൊടാതെ ചതുരാകൃതിയിലുള്ള കല്ലുകൾ ആണിക്കെട്ട് രീതിയിൽ അടുക്കി നിർമ്മിച്ചിട്ടുള്ള ഈ പാലത്തിന് ഈ 106-ാം വർഷത്തിലും യാതൊരു കുലുക്കവുമില്ല. ഇതിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന മിശ്രിതം ഇന്നും ഒരു അത്ഭുതമായി തുടരുന്നു. ഈ പാലത്തിലൂടെ ട്രെയിൻ കടന്നു പോകുന്നത് NH 208 യാത്രക്കാർക്ക് എന്നും നയന മനോഹരമായൊരു കാഴ്ചയായിരുന്നു. തുരങ്കങ്ങൾ പിന്നിട്ട് കണ്ണറപ്പാലവും കടന്ന് മീറ്റർ ഗേജ് ട്രെയിൻ അതിന്റെ ചരിത്ര പ്രയാണം തുടരുകയാണ്.